മുള്ളുകൾക്കിടയിൽ ഒരു പനിനീർപ്പൂ. പൊന്നാനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദൻ എന്നു പേരായ ഒരു മിടുമിടുക്കൻ പയ്യനുണ്ടായിരുന്നു. അച്ഛൻ അകാലത്തിൽ മരണമടഞ്ഞതുകൊണ്ട് വീട് പോറ്റേണ്ട ചുമതല ഗോവിന്ദനിൽ വന്നുകൂടി. മകനെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്ന് അവൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം? ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അവന് പഠിപ്പ് മതിയാക്കേണ്ടി വന്നു. പിന്നെ കുറേ കാലത്തേക്ക് അമ്മയും മകനും ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചു. ഇതിനിടയിലും അമ്മയുടെ രാമായണം വായന കേൾക്കാൻ ഗോവിന്ദന് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ എന്താണൊരു വഴി? കൊച്ചു ഗോവിന്ദൻ പല ദിവസങ്ങളിലും ചിന്തിച്ചു. എന്തു പറയാൻ, ഒരു പ്രഭാതത്തിൽ ഗോവിന്ദൻ ആലപ്പുഴയ്ക്ക് വണ്ടി കയറി. അവിടെയുള്ള ഒരു വക്കീലിൻ്റെ ഗുമസ്തനായി അവൻ ജോലിക്ക് ചേർന്നു. എങ്കിലും ഒറ്റ നോട്ടത്തിൽ വക്കീലിന് അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം അടിയന്തരമായി തൻ്റെ കക്ഷിയെ അറിയിക്കാൻ വക്കീൽ സാർ ഗോവിന്ദനെ പറഞ്ഞുവിട്ടു. ആളെ കണ്ടുപിടിച്ചിട്ടേ പോരാവൂ, പെട്ടെന്ന് ബന്ധപ്പെട്ടില്ലെങ്കിൽ കേസിൽ നമ്മുടെ കക്ഷി തോൽക്കും, വക്കീൽ ഓർമ്മിപ്പിച്ചു. കക്ഷിയുടെ വീടെവിടെയാണെന്ന് യഥാർത്ഥത്തിൽ വക്കീലിനോ ഗോവിന്ദനോ അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഒരു ദിവസം പുലർച്ചയ്ക്ക് ഗോവിന്ദൻ അയാളെ തേടി യാത്രയായി. കയ്യിൽ വഴിച്ചെലവിനുള്ള കാശുപോലും ആവശ്യത്തിനുണ്ടായിരുന്നില്ല. എങ്കിലും പൊരിവെയിലിൽ നടന്നു തളർന്ന് ഗോവിന്ദൻ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു. നേരമേറെയായിട്ടും കക്ഷിയുടെ വീട് കണ്ടുപിടിക്കാൻ അവന് കഴിഞ്ഞില്ല. കത്തിക്കാളുന്ന വിശപ്പ്. അല്പം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ തളർന്നു വീഴും. അവൻ തൊട്ടടുത്ത് കണ്ട ഒരു കലുങ്കുപാലത്തിൽ കയറിയിരുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ നല്ല സാമ്പാറിൻ്റെ നറുമണം മൂക്കിൽ വന്നു കയറിയത്. ഗോവിന്ദൻ രണ്ടും കൽപ്പിച്ച് തപ്പിയും തടഞ്ഞും ആ വീട് കണ്ടുപിടിച്ചു. വീടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, വല്ലാതെ വിശക്കുന്നു, അല്പം ആഹാരം കിട്ടിയാൽ നന്നായി. ആരാ? എവിടുന്നാ? വീട്ടുകാർ ചോദിച്ചു. ആലപ്പുഴയിലെ വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു കക്ഷിയെ തേടി വന്നതാ. വീട് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല, അവൻ അറിയിച്ചു. യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു അന്വേഷിച്ച കക്ഷിയുടെ വീട്. പിന്നെ ഗോവിന്ദന് നല്ല കുശാലായി. വയറു നിറയെ ആഹാരവും കഴിച്ച് അന്നവിടെ അന്തിയുറങ്ങി. വക്കീൽ പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. തിരിച്ചു ചെന്നപ്പോൾ വക്കീൽ അവനെ കെട്ടിപ്പുണർന്നു. ഗോവിന്ദ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് നല്ലൊരു ഭാവിയുണ്ടാകും. വക്കീൽ അവനെ അനുഗ്രഹിച്ചു. ഇതിനിടയിൽ ഗോവിന്ദൻ സ്വന്തം പരിശ്രമം കൊണ്ട് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ശാസ്ത്രത്തിലുമെല്ലാം പ്രാവീണ്യം നേടിക്കഴിഞ്ഞിരുന്നു. കുറേ കാലത്തെ ഗുമസ്തപ്പണിക്ക് ശേഷം ഗോവിന്ദൻ തൻ്റെ തട്ടകമായ പൊന്നാനിയിൽ തന്നെ തിരിച്ചെത്തി. താമസിയാതെ നാട്ടിൽ അദ്ദേഹത്തിന് വലിയ നിലയും വിലയും കൈവന്നു. ആ ഗോവിന്ദനാണ് പിൽക്കാലത്ത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന പേരിൽ മലയാളത്തിൻ്റെ പ്രിയ കവിയായി മാറിയത്. പാവപ്പെട്ടവരുടെ മോചനത്തിനു വേണ്ടിയുള്ള കവിതകളാണ് ഇടശ്ശേരി കൂടുതലായും എഴുതിയത്. കരുത്തിൻ്റെ കവിയെന്ന് കാലം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. കാവിലെപ്പാട്ടും പൂതപ്പാട്ടും ഒരുപിടി നെല്ലിക്കയുമൊക്കെ എത്രവട്ടം ആസ്വദിച്ചാലും മതിവരില്ല. കവിത മാത്രമല്ല, നല്ല നാടകങ്ങളും അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചു. ഇടശ്ശേരിയെപ്പോലെ മുള്ളുകൾക്കിടയിലൂടെ വളർന്ന് പുഞ്ചിരിക്കുന്ന പനിനീർപ്പൂക്കളായി മാറാൻ ഓരോരുത്തർക്കും കഴിയണം.